ലോക സൈനിക ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈനയുടെ പുതിയ നീക്കം. ആകാശത്തും ചൈനയുടെ ആധിപത്യം സ്ഥാപിക്കുന്നു. യുദ്ധമുഖത്ത് 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഒരുങ്ങുകയാണ്. ഇതോടുകൂടി തന്നെ കൂടുതൽ ശക്തി ആർജിക്കാൻ ചൈന നീക്കം നടത്തുകയാണ്. ചൈനീസ് സൈന്യത്തിന്റെ ഔദ്യോഗിക മാധ്യമമായ മിലിറ്ററി ബ്യൂഗിൾ പുറത്തിറക്കിയ ഒരു പുതിയ വീഡിയോയിലാണ് ഇതിന് ആധാരമായി തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. Y-20 ഹൈ ട്രാൻസ്പോർട്ട് വിമാനത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് പുറത്തിറക്കിയ 4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ അവസാന ഭാഗത്താണ് നിർണായക സൂചനകൾ ഇവിടെ ചൈന പുറത്തുവിട്ടിരിക്കുന്നത്. വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സംരക്ഷണത്തിൽ മാസ്റ്റർ സിക് എന്നും ലിറ്റിൽ സിക് എന്നും പരാമർശമുണ്ട്. പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം മാസ്റ്റർ സിക് ചൈനയുടെ H-6 സ്ട്രാറ്റജിക് ബോംബിനെയും, അതായത് ആ ഒരു ബോംബറിനെയും, ലിറ്റിൽ സിക്സ് ചൈന വികസിപ്പിക്കുന്ന 6ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് സാധാരണ പരാമർശമല്ല. ചൈനയുടെ 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയെക്കുറിച്ച് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഔദ്യോഗിക മാധ്യമത്തിൽ നിന്നുള്ള ആദ്യത്തെ പരോക്ഷ സ്ഥിരീകരണമാണ് ഇതെന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. 2024 അവസാനത്തിൽ ചെഗേതു J-36, ഷെൻയാങ് J-50 എന്നീ വിമാനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എങ്കിൽ പോലും അവയ്ക്ക് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ വീഡിയോ ചൈനയുടെ പദ്ധതി വളരെ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ആകാശത്ത് പറക്കുന്നതിനിടെ തന്നെ ഇന്ധനം നിറയ്ക്കാൻ ഈ വിമാനങ്ങൾക്ക് കഴിയുമെന്നതും സൂചന ഈ വീഡിയോ നൽകുന്നുണ്ട്. ഇത് ദീർഘദൂര ദൗത്യങ്ങളിലും ദീർഘനേരം വ്യോമയാനത്തിൽ തുടരുന്നതിനും നിർണായക സാങ്കേതിക വിദ്യയായി തന്നെ മാറുന്നുണ്ട്. എന്താണ് 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് ചോദിച്ചാൽ, നിലവിലെ F-35, F-22, Su-57, J-20 പോലുള്ള 5ാം തലമുറ വിമാനങ്ങളെക്കാൾ അവിടെ സാങ്കേതികമായി തന്നെ ഏറെ മുന്നിലുള്ള സംവിധാനമാണ് ഇവ. കൂടുതൽ ശക്തമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി, ഡ്രോണുകളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഹൈപ്പർസോണിക് പ്രകടനം, ലേസർ ആയുധങ്ങൾ, അതേപോലെ തന്നെ പൈലറ്റ് ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാനുള്ള സാധ്യത എന്നിവ ഉൾപ്പെടെയുള്ള ഭാവി യുദ്ധ സാങ്കേതിക വിദ്യകളാണ് ഇവയുടെ പ്രത്യേകതയായി പറയുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ F-47 പദ്ധതിയും മറ്റു പദ്ധതികളും എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി സഖ്യ GCAP പദ്ധതിയിലും പ്രവർത്തിക്കും ഇത് എന്നതാണ്. ഇതിനിടെ തന്നെ ചൈനയുടെ പദ്ധതി അതിവേഗം പുരോഗമിക്കുമെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. ലോക സൈനിക ശക്തികളുടെ മത്സരത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമാകുമോ ചൈനയുടെ ഈ 6ാം തലമുറ യുദ്ധവിമാനങ്ങളെന്നും വരും വർഷങ്ങളിൽ ആഗോള വ്യോമാധിപത്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി തന്നെ ഈ പദ്ധതി മാറുമോ എന്നതും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നിവയുടെ തന്നെ കൂട്ടായ്മയിൽ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം പദ്ധതി ഉണ്ടാകുന്നുവെങ്കിൽ പോലും ഇത് ഉപേക്ഷിക്കേണ്ട എന്നതാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും ഫ്രാൻസും കൈകോർക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. അതേസമയം ഇന്ത്യ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ ഭാവി പതിപ്പുകളിൽ 6ാം തലമുറ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്നും ഇവിടെ പൈപ്പില്ലാതെ തന്നെ യുദ്ധം ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളും ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.